ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാം യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. മിഷൻ ഫീൽഡിലെ വിവിധങ്ങളായ ഇടപെടലുകളെപ്പറ്റി നാം ചിന്തിച്ചു വരികയാണ്. ബൈബിളിൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ രൂത്ത് നൽകുന്ന ഒരു സന്ദേശം ഞാൻ ഓർക്കുകയാണ്. രൂത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. എന്നാൽ രൂത്ത് വന്നു നിൽക്കുന്ന ഇടം ബോവസിൻ്റെ വയലിലാണ്. സാമ്പത്തികമായ ദാരിദ്ര്യം, പ്രതിസന്ധികൾ, അതിനേക്കുപരിയായി അവർക്ക് അനുഭവപ്പെട്ട വേർപാടിൻ്റെ അനുഭവം, ഇതെല്ലാം അവിടെ നിലനിൽക്കുമ്പോൾ അപ്പത്തിൻ്റെ നാട്ടിലേക്ക് ഒരു മടങ്ങിവരവ് അവർക്ക് ആവശ്യമായി വന്നു. ആ മടങ്ങിവരവിലാണ് അവർക്കൊരു ബന്ധുവായ ബോവസിനെ പറ്റി ഓർക്കുവാൻ തരപ്പെട്ടത്. അങ്ങനെ രൂത്ത് അമ്മ നവോമിയുടെ നിർദ്ദേശപ്രകാരം അറിവോടെ ബോവസിൻ്റെ വയലിൽ ചെല്ലുകയാണ്. ബോവസിൻ്റെ വയലിൽ അവൾക്ക് ഒരു ഉപജീവന മാർഗം കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിങ്ങനെയാണ്. അവിടെ വയലിൽ കറ്റകൾ കൊയ്ത് മുന്നേറിപ്പോകുന്ന ആളുകളുടെ പുറകെ നടന്ന് താഴെ വീഴുന്ന മണികൾ പെറുക്കിയെടുക്കുക. ചെളിയിലും മണ്ണിലും മറഞ്ഞു കിടക്കുന്ന, ചവിട്ടി താഴ്ത്തി ഇട്ടിരിക്കുന്ന മണികൾ ഓരോന്നോരോന്ന് വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടെ പെറുക്കിയെടുത്ത് പാത്രത്തിലാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ, പെറുക്കിയെടുക്കുമ്പോൾ അവരുടെ കൈകളിലും ചേറും ചെളിയും പുരളുവാൻ ധാരാളം സാധ്യതയുണ്ട്. അതൊരു സഹിഷ്ണുതയുടെ സഹനത്തിൻ്റെ കഠിനമായ പ്രയത്നം കൂടെയാണ്. അതെല്ലാം മണികളെല്ലാം അവൾ പെറുക്കി കൂട്ടി അത് ഭവനത്തിൽ കൊണ്ടുചെന്ന് നന്നായി വൃത്തിയാക്കി, കഴുകി വൃത്തിയാക്കി, ശുചിയാക്കി അത് അപ്പമാക്കി മാറ്റി ഭക്ഷിക്കുന്ന ഒരു ശ്രമം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനൊരു മിഷൻ ദർശനത്തിൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് മിഷൻ പ്രവർത്തനത്തിനുള്ള സാധ്യതകൾ കണ്ടെത്തണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായതുകൊണ്ട് ഞാൻ അതിന് പറ്റിയതായ മിഷൻ സാധ്യതകൾ കണ്ടെത്തുകയാണ്. അങ്ങനെയാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു വിഷൻ കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. ആ വിഷൻ അനുസരിച്ച് പറയുമ്പോൾ, നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ തന്നെ വിശ്വാസികളായി വളർന്നു വരുമ്പോൾ നിർഭാഗ്യകരമായ കാരണങ്ങളാൽ വിശ്വാസം വിട്ട്, സഭാബന്ധം വിട്ട്, ആത്മീയമായ ഉത്സാഹം കെട്ടുപോയി, ആത്മീയ വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതെ മാറി നടക്കുന്ന ധാരാളം ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് യേശുവിനെ പറ്റി അറിയാം. യേശുവിനോട് യാതൊരു വിദ്വേഷവും വിരോധവുമില്ല. യേശുവിൻ്റെ അഭിപ്രായത്തോട് താല്പര്യമേ ഉള്ളൂ, ആദരവേ ഉള്ളൂ. പക്ഷേ കൂട്ടായ്മയിൽ താല്പര്യമില്ല, ആരാധനയിൽ താല്പര്യമില്ല, ദേവാലയവുമായി ബന്ധപ്പെടാൻ താല്പര്യമില്ല. ഇവിടെ നിന്നെല്ലാം അകന്നകന്ന് പോവുകയാണ്. ഈ അകന്ന് പോകുന്ന ആളുകളെ ഒരു സാങ്കേതിക പദം ഉപയോഗിച്ച് നാം കൂടുതൽ അവഗണിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. പിന്മാറ്റക്കാർ എന്ന് പറയും പലരെയും കുറിച്ച്. അവരെ വിട്ടുപോയി എന്ന് പറയും. ഒരു പരിതാപകരമായ സാഹചര്യമാണെങ്കിലും എന്തുകൊണ്ടാണ് വിശ്വാസം വിട്ടുപോയത്, എന്തുകൊണ്ടാണ് ആരാധനയോട് താല്പര്യം കുറഞ്ഞത്, എന്തുകൊണ്ടാണ് ആത്മീയമായ കാര്യങ്ങൾ ഉത്സാഹമില്ലാതെ പോയത്, ആ കാരണം തേടാൻ പലപ്പോഴും നമ്മൾ തയ്യാറല്ല. നമ്മുടെ വിചാരം പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ്. പിന്നെ ആളെ പരിഗണിക്കുന്നില്ല, അവനെ വിട്ടുകളയുകയാണ്, ഉപേക്ഷിക്കുകയാണ്, കടുംപിടുത്തം നടത്തുന്നൊരു സ്ഥിതിയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളിൽ കമ്പാഷൻ, മനസ്സലിവ്, ആർദ്രത, മടക്കി വരുത്തുക, മടക്കി കൊണ്ടുവരിക, കൂടെ നിർത്തുക, നിലനിർത്തുക, ആ പോയിൻ്റുകൾ നാം ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് പാടില്ല. അത് പുകഞ്ഞ കൊള്ളി ഒടിച്ചു കളയാത്ത ദൈവമാണ്.
പുകയുന്ന തിരി കെടുത്തിക്കളയാത്ത ദൈവമാണ്. ആ മനസ്സ് വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ കൂടിവരവുകളിൽ, പ്രാദേശിക സഭകളിൽ എത്രയോ യുവതിയുവാക്കന്മാർ വിട്ടുപോയിട്ടുണ്ട്. ഇന്ന് ദേവാലയങ്ങളിൽ ആളുകൾ വളരെ കുറഞ്ഞു വരികയാണ്. യുവതിയുവാക്കന്മാർക്ക് ഉത്സാഹം കുറയുകയാണ്. പല നിലയിലുള്ളതായ ഉത്സാഹക്കേടുകൾ ഉണ്ടാകുന്നു. അവരെല്ലാം അകന്നകന്ന് പിന്മാറി പോവുകയാണ്. വൈദിക പഠനത്തിന് വേണ്ടി സെമിനാരികളിൽ ചെന്ന് തിയോളജിയും ഫിലോസഫിയും കഴിഞ്ഞ് സെമിനാരി ജീവിതം, വൈദിക ജീവിതം വേണ്ടെന്ന് വെച്ച് ഒരുപക്ഷെ ഇതിനെല്ലാം വിരുദ്ധമായ ചേരുകളിൽ ചേർന്ന് മുൻപോട്ട് പോകുന്ന ആളുകളെ എനിക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ട്. പലരെയും ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ അവരെക്കുറിച്ചൊന്നും ഇവിടെ പരാമർശിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് അവർ വിട്ടുപോകുന്നത്? ഈ വിട്ടുപോകുന്നതിൻ്റെ കാരണം തിരക്കാനുള്ളതായ ഒരു സന്മനസ്സെങ്കിലും നാം കാണിക്കണം. പല കാരണങ്ങൾ കാണാം. അതെല്ലാം വ്യക്തിപരമായ കാരണങ്ങളാണ്. അവരോടുള്ള നമ്മുടെ ഇടപെടലിൽ വന്ന പോരായ്മകളാണ്. അവരെ കരുതുന്നതിൽ, മനസ്സിലാക്കുന്നതിൽ വന്നുപോയ വീഴ്ചകളാണ്. അവരെ ഇൻസൾട്ട് ചെയ്യുന്ന അനുഭവം ഉണ്ടാകാം. അവരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഉണ്ടാകാം. നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ വാക്കുകൾ അവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം. ഈ കാരണങ്ങൾ വലിപ്പപ്പെട്ട് അവർ വിശ്വാസ വിഷയത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്ന ആളുകളാണ്. അങ്ങനെ അകന്ന ആളുകളെ തള്ളിക്കളയുവാനായിട്ട് പാടില്ല. അവരെ കണ്ടെത്തി ചേർത്ത് നിർത്തുക എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തന ശൈലിയായിരുന്നു. നമുക്കറിയാം, ഒരാൾക്ക് 100 ആടുകളുണ്ടെങ്കിൽ ആ 100 ആടുകളിൽ ഒരു ആട് നഷ്ടപ്പെട്ടു പോയാൽ 99നെയും അവിടെ നിർത്തിയിട്ട് കാണാതെ പോയ ആടിനെ കണ്ടെത്തി, തിരഞ്ഞ് കണ്ടെത്തി, അന്വേഷിച്ച് കണ്ടെത്തി ആ ആടിനെയും കൊണ്ട് ആലയിലേക്ക് മടങ്ങി വരുന്ന ഒരു ദൗത്യമുണ്ട്. അത് യേശുവിൻ്റെ ദൗത്യമാണ്. ആ 99 ആടിനേക്കാൾ യേശുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പറയുമ്പോൾ കാണാതെ പോയ ആടിൻ്റെ മൂല്യം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറെ വലുതാണ്. ഒന്നല്ലേ പോയിട്ടുള്ളൂ, 99 നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് സംതൃപ്തിപ്പെടുന്ന മനസ്സ് യേശുവിൻ്റെ മനസ്സല്ല. പോയതിനെക്കുറിച്ച്, കാണാതെ പോയതിനെപ്പറ്റി അസ്വസ്ഥമാകുന്നൊരു മനസ്സാണ് യേശുവിൻ്റെ മനസ്സ്. ആ മനസ്സ് നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. അവിടുത്തെ ആർദ്രത, മനസ്സലിവ്, കമ്പാഷൻ നമുക്കുണ്ടാകണം. അങ്ങനെ നാം കാണാതെ പോയ ആടുകളെ തേടി അലഞ്ഞ് കണ്ടെത്തി അവരെ ആലയത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. പോയത് പോകട്ടെ എന്ന് പറയുവാനായിട്ട് പാടില്ല. അത് ക്രിസ്തുവിൻ്റെ ദർശനവുമായി അതിന് ബന്ധമില്ല. രൂത്തിനെ പോലെ സാഹസികമായ ഒരു പ്രയത്നം തന്നെയാണ് നാം വാസ്തവത്തിൽ നടത്തേണ്ടത്. ചെളിയിൽ പൂണ്ട്, ചേറ്റിൽ പൂണ്ട്, ആളുകൾ ചവിട്ടി മെതിച്ച് കളങ്കപ്പെടുത്തി വിരൂപമായ സ്ഥിതിയിലായിരിക്കുന്നതിനെ കണ്ടെത്തണം. അവരെ കണ്ടെത്തി ദൈവകൃപയിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, ആത്മീയമായ കൂട്ടായ്മയിലേക്ക്, അതേ സഭയുടെ മുഖ്യധാരയിലേക്ക്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കണം. പക്ഷേ അതിസാഹസികമായ പ്രയത്നമാണ്. ആ ശുശ്രൂഷ കൊണ്ട് ഒരു നന്മയും ഒരു പക്ഷേ ഉണ്ടായെന്ന് വരികയില്ല. അത് ഏറ്റവും നിസ്സാരം, അവഗണിക്കപ്പെടാൻ സാധ്യതയുള്ള, വിമർശിക്കപ്പെടുവാൻ സാധ്യതയുള്ള, ആക്ഷേപം വിളിച്ചു വരുത്തുവാൻ സാധ്യതയുള്ളൊരു ശുശ്രൂഷയാണ്. വളരെ ചീപ്പായിട്ടുള്ളൊരു ശുശ്രൂഷയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്, നമ്മുടെ സ്റ്റാറ്റസിന് നിരക്കുന്ന ഒരു ശുശ്രൂഷയല്ല എന്ന് നമുക്ക് തോന്നാം. എങ്കിലും രൂത്ത് ആ ശുശ്രൂഷയെ ഏറ്റവും ശ്രേഷ്ഠമായി ശുശ്രൂഷയായിട്ട് പരിഗണിച്ചു. അത് നാം ശ്രദ്ധിക്കണം. ഒന്നോർത്താൽ മതി, നാം അല്പം ക്ലേശം സഹിച്ചാണെങ്കിലും, ബന്ധപ്പെട്ടാണെങ്കിലും, വേദന അനുഭവിച്ചാണെങ്കിലും, അങ്ങനെ ഓടയിൽ നിന്ന്, ചേറ്റിൽ നിന്ന്, ചേറിൽ നിന്ന് നാം കണ്ടെത്തുവാനായിട്ട് പോകുന്നത് മുത്തുകൾ തന്നെയാണെന്നുള്ളത് ഒരു വാസ്തവമാണ്. അവരൊക്കെ നല്ല മനുഷ്യരാണ്. വിട്ടുപോയവരെല്ലാം നല്ല ആളുകൾ തന്നെയാണ്, കഴിവുള്ളവരാണ്. പക്ഷേ അവരെ ചേർത്ത് നിർത്തുവാനുള്ളതായ മനസ്സാണ് സഭകൾക്കുണ്ടാകേണ്ടത്. അവരെ കണ്ടെത്തി സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം, നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നിശ്ചയമായും
അവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് തന്നെ അതൊരനുഗ്രഹമായി, ആശ്വാസമായി, സമാധാനമായി തീരും. നമ്മുടെ ഭവനങ്ങളിൽ എത്രയോ മാതാപിതാക്കൾ അവരുടെ മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരായിട്ടുണ്ട്. ഏതെങ്കിലും നിലയിൽ അനാത്മികമായ അനുഭവങ്ങളിലേക്ക് വഴിമാറിപ്പോയിട്ടുള്ള മക്കളെക്കുറിച്ച്, യുവതിയുവാക്കന്മാരെക്കുറിച്ച് വളരെ ഭാരത്തിലും നിരാശയിലും ദുഃഖത്തിലും നെടുവീർപ്പിലും സങ്കടത്തിലും നിന്ദയിലും അപമാനത്തിലും ജീവിച്ചു പോകുന്ന അനേക കുടുംബങ്ങൾ നമ്മുടെ സഭകളിലുണ്ട്. അവരുടെ നിന്ദ മാറുവാൻ, അവരുടെ നിരാശ മാറുവാൻ, അവരുടെ ദുഃഖം മാറുവാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാകുവാൻ, അവർക്കൊരാശ്വാസം ഉണ്ടാകുവാൻ, സമാധാനം ഉണ്ടാകുവാൻ കൂടെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കാണാതെ പോയ, പിന്മാറ്റത്തിൽ പോയ, ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമില്ലാതെ മാറിപ്പോകുന്ന ആളുകളെ, മക്കളെ കണ്ടെത്തി കൂട്ടിവരുത്തി അവരെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക്, വിശ്വാസ സമൂഹത്തിലേക്ക്, ആരാധനാലയത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാവകാശമുണ്ടായാൽ ആ കുടുംബങ്ങൾക്ക് തന്നെ അതൊരാശ്വാസമാണ്. അതാണ് നാം ചെയ്യേണ്ടത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യത തീർത്തും ഇല്ലാതായിപ്പോയി എന്നെനിക്ക് അഭിപ്രായമില്ല. സാധ്യത വേണ്ടുവോളമുണ്ട്. പക്ഷേ ശൈലിയിൽ രൂപമാറ്റം വരുത്തുവാൻ നാം തയ്യാറാകണം എന്നേ ഉള്ളൂ. എതിർപ്പുള്ളതുകൊണ്ട്, പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, പ്രതിസന്ധികളുള്ളതുകൊണ്ട് സുവിശേഷ വേല വേണ്ട എന്ന് വയ്ക്കരുത്. അതൊരിക്കലും ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്നില്ല. അത് മുൻപോട്ട് തന്നെ പോകണം. ഭൂമിയുടെ അതിരുകളിലേക്ക് നീങ്ങണം. ഭൂമിയുടെ അതിരുകളിലേക്ക് ചെല്ലണം. സുവിശേഷം എല്ലാ ദിക്കിലേക്കും പോകണം. അതിനുള്ള മുഖാന്തരമായി, ആയുധമായി, മാധ്യമമായി, ഉപാധിയായി വീണ്ടെടുക്കപ്പെട്ട എല്ലാ ആളുകളും ചേരേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് മറ്റുള്ളവരുടെ സുവിശേഷം പറയാൻ പരിമിതി ഉണ്ടെങ്കിലും ഏറ്റവും നല്ലൊരു മാർഗം ഞാൻ പറയാം, അത് സഭ എന്ന വയൽ തന്നെയാണ്. സഭയിൽ സുവിശേഷം കേൾക്കാൻ ആവശ്യമുള്ളവരുണ്ട്. കൂട്ടായ്മ യോഗങ്ങളിൽ സുവിശേഷം കേൾക്കാൻ ആവശ്യമുള്ളവരുണ്ട്. രക്ഷയിലേക്ക് വന്നിട്ടും രക്ഷയിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളുണ്ട്. പിന്മാറ്റത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരെ നാം ചേർത്ത് പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് അവർക്ക് ആശ്വാസമുണ്ടാകും എന്ന് മാത്രമല്ല, സഭയ്ക്ക് വർധനവുണ്ടാകുന്ന അനുഭവമാണത്. കൂട്ടായ്മയിൽപ്പെട്ട ആളുകൾ പിന്മാറിപ്പോയാൽ അവരെ കണ്ടെത്തി മടക്കിക്കൊണ്ടുവന്ന് കൂട്ടായ്മയോട് യോജിപ്പിച്ചാൽ, സഹകരിപ്പിച്ചാൽ, ബന്ധിപ്പിച്ചാൽ ആ സഭയുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്മുടെ ഒരു ക്ലെയിം ആണ്. വാസ്തവത്തിൽ നമ്മുടെ കൂടെ നിന്ന് പിന്മാറിപ്പോയ ഒരാളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് നമ്മുടെ അവകാശവും കൂടെയാണ്, നമ്മുടെ ഉത്തരവാദിത്വവും കൂടെയാണ്. ആ വ്യക്തിയെ നാം കാണുക, അവനോടോ അവളോടോ ഹൃദ്യമായി ഇടപെടുക, സമീപിക്കുക, സംസാരിക്കുക. അതിൻ്റേതായ നന്മയിലൂടെ, നമ്മുടെ മനോഭാവത്തിലൂടെ അവരെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി ദൈവകൃപയിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മടങ്ങി വരുമ്പോൾ വലിയ വ്യത്യാസമാണ് ഉണ്ടാകുക. അവരെ കർത്താവിന് വേണ്ടി അമിതമായി പ്രവർത്തിപ്പാൻ, ആത്മാർത്ഥമായി പ്രവർത്തിപ്പാൻ, ശക്തിയോടെ പ്രവർത്തിക്കാൻ, ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാൻ, വർദ്ധിതമായ ആത്മീയ ചൈതന്യത്തിൽ പ്രവർത്തിക്കാൻ മുഖാന്തരമാകും. അങ്ങനെ മുഖാന്തരമാകുമ്പോൾ അതൊരു സാക്ഷ്യമാണ്, അതൊരു മഹത്തായ സാക്ഷ്യമാണ്. സമൂഹത്തിൽ ചലനമുണ്ടാക്കാൻ പര്യാപ്തമായ സാക്ഷ്യമാണ്. അനേക ആളുകളെ സ്വാധീനിക്കാൻ മതിയായ സാക്ഷ്യമാണ്. അനേക ആളുകൾക്ക് ആത്മീയമായി പ്രചോദനം നൽകാൻ മുഖാന്തരമായ സാക്ഷ്യമാണ്. വാത്സല്യമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. അയൽഭവനങ്ങളിലേക്ക് കണ്ണോടിക്കാം. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെയുള്ള ആളുകളിലേക്ക് കണ്ണോടിക്കാം. അവരുടെ മുഖത്തെ മ്ലാനത, നിരാശ, ദുഃഖം, സങ്കടം, അവരനുഭവിക്കുന്നതായ സാമൂഹ്യമായ നിന്ദകൾ നമുക്ക് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാം. അതിനൊരു പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കാം. കാണാതെ പോയവരെ കണ്ടെത്തുക. ഏത് കുടുംബത്തിൽ നിന്നാണോ പിന്മാറ്റത്തിലേക്ക് പോയ മക്കളുള്ളത് അവരെ കണ്ടെത്തണം. ഏത് കൂട്ടായ്മയിൽപ്പെട്ടവരാണോ പിന്മാറിപ്പോയത് അവരെ അന്വേഷിച്ച് കണ്ടെത്തണം, അവരെ കണ്ടുപിടിക്കണം. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ക്ഷമിക്കുക, ചാവേർപ്പടകളെ പോലെയാണ് നാം പ്രവർത്തിക്കേണ്ടത്. കർത്താവിൻ്റെ സാക്ഷികൾ അങ്ങനെയാകണം. എന്ത് സംഭവിച്ചാലും, എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും, എത്രമാത്രം റിസ്ക്കുള്ള കാര്യമാണെങ്കിലും എനിക്ക് ആ വ്യക്തിയെ കണ്ടെത്തി
ദൈവസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ള ആ ഒരു തീവ്രമായ മനോഭാവം നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് നമ്മിലേക്ക് പകരുന്നത് ജഡികമായ വീര്യമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് പകരുന്ന ഉൾക്കാഴ്ചയാണ്. ആ കാഴ്ചപ്പാട് ഏറ്റെടുക്കുവാൻ ഈ കാലഘട്ടത്തിലെ സഭാവിഭാഗങ്ങൾക്ക് സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ നോക്കുമ്പോൾ പല സഭാവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ അവരധികപ്പറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആരാധന സജീവമല്ല, ആളുകൾ സംബന്ധിക്കുന്നില്ല, പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ വരുന്നില്ല. അതുകൊണ്ട് ഒരു കെട്ടിടമായിട്ട് മാത്രം നിൽക്കുകയാണ്. അതുപോരാ, ചില വിഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആ കൂട്ടായ്മ ദുർബലപ്പെട്ടു വരികയാണ്, ആളുകളില്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. കോൺക്രീറ്റ് കൊട്ടാരങ്ങൾ നമുക്കുണ്ട്, വലിയ വലിയ കത്തീഡ്രലുകൾ നമുക്കുണ്ട്, പക്ഷേ ആരാധിക്കുവാൻ ആളുകൾ വരുന്നില്ല, കൂട്ടായ്മകൾക്ക് ആളുകൾ വരുന്നില്ല. പിന്നെന്തിനാണ് ഈ വമ്പൻ കൂടാരങ്ങൾ നമുക്കുള്ളത്? ആളുകളില്ലെങ്കിൽ ആരാണ് നമ്മുടെ പ്രസംഗം കേൾക്കാൻ വരുന്നത്? ഓഡിയൻസ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്ത് പ്രസംഗമാണ് നടക്കേണ്ടത്? അപ്പോൾ നാം ചിന്തിക്കണം, ഈ ശൂന്യത നാം തിരിച്ചറിയണം. ഇതിന് പരിഹാരവും പ്രതിവിധിയും കണ്ടെത്തുവാൻ നാം ശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത് ലിവിങ് ഗോഡാണ്, ഒരു ഊഹാഭോഗമോ സങ്കല്പമോ അല്ല, ഇന്നും ഇടപെടുന്ന ശക്തനായ ദൈവമാണ്. പരിശുദ്ധാത്മാവിനും ഇന്ന് ശക്തിയുണ്ട്, ഇന്നും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഹേമം നമുക്കുണ്ടെങ്കിൽ, ആ ഒരു ആത്മീയ വീര്യം നമ്മിലേക്ക് പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ദേവാലയങ്ങളെല്ലാം സജീവമാകും. ഇന്നത്തെ അവസ്ഥ എന്താണ്? പലരും പല വഴിക്ക് പോകുന്നതുകൊണ്ട് അവരെ ആകർഷിക്കാനുള്ളതായ കൃത്രിമ മാർഗമാണ് നാം ഇന്ന് കണ്ടെത്തുന്നത്. അവരെ ആകർഷിക്കാനുള്ള മാർഗം, അവരെ വിളിച്ചു വരുത്താനുള്ളതായ മാർഗം, ആ മാർഗം പോരാ. ആത്മീയമായ വിധി തന്നെ, ആത്മീയമായ പ്രതിവിധി തന്നെ, ആത്മീയമായ ഇടപെടൽ തന്നെ ആവശ്യമാണ്. അങ്ങനെയുള്ളവരെ വിളിച്ച് കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ അന്തരീക്ഷം നമ്മുടെ സഭാ മണ്ഡലങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. നാം വിസ്മയം കൊള്ളത്തക്ക നിലയിൽ കർത്താവിന് വേണ്ടി എരിഞ്ഞ് പ്രവർത്തിക്കുവാൻ സന്നദ്ധതയുള്ള അനേക ആത്മീയ പ്രതിഭകളെ ഈ ചേറ്റിൽ നിന്ന്, ചേറിൽ നിന്ന്, ഓടയിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പക്ഷെ അതിന് യേശുവിൻ്റെ മനസ്സ് വേണം, മനസ്സലിവുണ്ടാകണം, ആർദ്രതയുണ്ടാകണം, കാണാതെ പോയത് അമൂല്യമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. എങ്കിൽ മാത്രമേ ആ ചേറ്റിലേക്ക് കൈയിട്ട് അവിടെ നിന്ന് ആ മുത്തിനെ പെറുക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വിഷനാണ് രൂത്തിൻ്റെ മിനിസ്ട്രിയിലൂടെ എനിക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, സഭയുടെ നവീകരണമാണെങ്കിൽ, സഭയുടെ ഉദ്ധാരണമാണെങ്കിൽ, സഭയുടെ നിലനിൽപ്പാണെങ്കിൽ, അതിൻ്റെ പൂർണ്ണത കൈവരിക്കുവാനുള്ളതായ മാർഗം സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ ഈ മണികളെ, മുത്തുമണികളെ പെറുക്കിയെടുത്ത് സ്വന്തം കൈപ്പടിയിൽ നിർത്തുവാനുള്ളതായ മനസ്സ് നമുക്കുണ്ടാകണം, ആർജിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതൊരു മിഷൻ കോൺസെപ്റ്റാണ്. ഇന്ന് നമുക്കതിനു വേണ്ടി തയ്യാറാകേണ്ടത് ആവശ്യമാണ്. സഭാ നേതൃത്വം ആ കാര്യത്തെപ്പറ്റി ഗൗരവമായി ചിന്തിക്കണം, ആലോചനകൾ നടത്തണം, പഠനങ്ങൾ നടത്തണം, മടക്കിക്കൊണ്ടുപോകാനുള്ളതായി പ്രതിവിധി കണ്ടെത്തണം, മാർഗങ്ങൾ കണ്ടെത്തണം, പരിശ്രമങ്ങൾ ഉണ്ടാകണം, പദ്ധതികൾ തയ്യാറാക്കണം. അങ്ങനെ ഒപ്പം കുടുംബങ്ങളുടെ വേദന അകറ്റാൻ, സഭയുടെ ശൂന്യത അകറ്റുവാൻ, പ്രവർത്തനങ്ങളുടെ മന്ദത മാറ്റുവാൻ ഉപകരിക്കുന്ന അതിശ്രേഷ്ഠമായ മഹത്തായ ഒരു മിനിസ്ട്രിയാണ് രൂത്ത് നമുക്ക് നൽകുന്നത്. അവൾ ആ മിനിസ്ട്രിയിൽ സംതൃപ്തയാണ്. മിനിസ്ട്രി എന്ന വാക്കൊന്നും രൂത്തിന് അറിഞ്ഞുകൂടാ. അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നൊരു വാർത്ത, നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു പദപ്രയോഗമാണ്. പക്ഷേ അതൊരു മിനിസ്ട്രിയാണെന്ന് കണ്ടെത്തുവാനുള്ളതായ വിവേകമാണ്, പരിജ്ഞാനമാണ് നമുക്കുണ്ടാകേണ്ടത്. യേശു മനസ്സലിവുള്ള ആളാണ്. ഞാൻ 2 ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് യേശുവിൻ്റെ ചരിത്രം പറയാനായിട്ട്. ഒന്നാമത്തെ വാക്ക് പാഷനാണ്, രണ്ടാമത്തെ വാക്ക് കമ്പാഷനാണ്. ഈ 2 വാക്കുകൾ നമുക്ക് പരിചയമുള്ളതാണ്. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, യേശുവിൻ്റെ ത്യാഗം,
യേശു മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ മുറിവേറ്റുവാങ്ങി ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം, സ്വയം ഇല്ലാതാക്കി തീർക്കുന്ന അനുഭവം, ക്രൂശിക്കപ്പെടുന്ന അനുഭവം, അത് അവിടുത്തെ പാഷനാണ്. അത് നമുക്ക് ഓർക്കുവാൻ സാധിക്കണം. അത് വളരെ ആവശ്യമാണ്. രണ്ടാമത് കമ്പാഷനാണ്. പദങ്ങളുടെ സാദൃശ്യമുണ്ട്, പക്ഷേ അർത്ഥതലങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പാഷൻ എന്ന് പറയുന്നത് മനസ്സലിവാണ്. വേദനിക്കുന്നവരെ കാണുമ്പോൾ യേശുവിനുണ്ടാകുന്ന മനസ്സലിവ്, വിവേകമില്ലാത്ത അവസ്ഥയിൽ ജീവിച്ച് അസ്വസ്ഥരായി പോകുന്ന ആളുകളെ കാണുമ്പോഴുള്ള മനസ്സലിവ്, ആരുമില്ലാത്ത നിലയിൽ ആടുകൾ നാഥനില്ലാത്തിടയിൽ അലഞ്ഞടക്കുന്ന ആടുകളെ കാണുമ്പോൾ തനിക്കുണ്ടാകുന്ന മനസ്സലിവ്, വേദനിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സലിവ്, ആ കമ്പാഷൻ നമുക്കുണ്ടാകണം. ആ കമ്പാഷൻ ഇന്ന് സമൂഹത്തിനുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എനിക്ക് വായനയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചൊരു മാർഗമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിലും സാമ്പത്തികമായ സ്ഥിതിയിലും ആയിരുന്ന എത്രയോ മഹാന്മാർ അതെല്ലാം വേണ്ടെന്ന് വെച്ച് യേശുവിനെ പിൻപറ്റി യേശുവിനെ പോലെ ജീവിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രയോജനവുമായി മാറുന്ന നല്ല നല്ല ജീവിത മാതൃകകൾ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അസീസിയിലെ ഫ്രാൻസിസാണ് ഒന്നാം നിരയിൽ എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ്റെ മകനായിരുന്നു. ഇഷ്ടം പോലെ പണം തനിക്കുണ്ടായിരുന്നു. എന്നാൽ പാവപ്പെട്ടവൻ്റെ, വിശക്കുന്നവൻ്റെ, വേദനിക്കുന്നവൻ്റെ ആ ദുഃഖം അവൻ മനസ്സിലാക്കി. അവന് വേണ്ടി തനിക്കുള്ളതെല്ലാം പങ്കുവയ്ക്കുവാനോ അവനെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനോ അവനെ വിശ്വാസം ഉറപ്പിക്കുവാനോ ഫ്രാൻസിസിന് കഴിഞ്ഞു. അതാണ് അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുകയാണ്, മിഖായേൽ ഗോർബച്ചേവ് അദ്ദേഹത്തിൻ്റെ പെരിസ്ട്രോയിക്ക എന്ന പുസ്തകത്തിൽ ലോകത്തിന് തന്നെ അതിശ്രേഷ്ഠമായൊരു മാർഗം വെളിപ്പെടുത്തുമ്പോൾ, ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, ഒരു തുറവി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനേറ്റവും അർത്ഥവത്തായൊരു മാർഗമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തു, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ യേശു ക്രിസ്തുവിനെ വിപ്ലവകാരിയായി കാണുമ്പോൾ, സമഗ്ര പരിവർത്തനത്തിൻ്റെ വിമോചകനായി കാണുമ്പോൾ, അദ്ദേഹം വാസ്തവത്തിൽ വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവാണ്, യേശുക്രിസ്തുവിൻ്റെ കമ്പാഷനാണ്. ഗോർബച്ചേവിൻ്റെ ഭവനത്തിൽ കാറൽ മാർക്സിൻ്റെയും ആംഗൽസിൻ്റെയും ലെനിൻ്റെയും ഫോട്ടോകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ യേശുവിൻ്റെ ഫോട്ടോയും വെച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ ഫോട്ടോ എങ്ങനെ വന്നു ആർക്കും അറിഞ്ഞുകൂടാ. ഗോർബച്ചേവിൻ്റെ അമ്മയ്ക്ക് അതൊരാവശ്യമായിരുന്നു. അവളാണ് ആ ഫോട്ടോ അവിടെ വെച്ചത്. ആ ഫോട്ടോ മിഖായേൽ ഗോർബച്ചേവിൽ വളരെയേറെ സ്വാധീനം ചെലുത്തി. അദ്ദേഹം യേശുവിനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ യേശു നിറഞ്ഞു നിൽക്കുകയാണ്. വിപ്ലവകാരിയായ യേശു, മാറ്റം വരുത്തിയ യേശു, സമൂഹത്തിന്, ലോകത്തിന്, രാഷ്ട്രത്തിന് മാറ്റം വരുത്തിയ യേശു ക്രിസ്തു. അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ വന്നതായ ഈ ഉൾക്കാഴ്ച സമൂഹത്തെ ആകെ, രാഷ്ട്രത്തെ ആകെ, ലോകത്തെ ആകെ കീഴ്മേൽ മറിച്ച ഒരനുഭവമാണ്. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ ആ കാര്യം വീണ്ടും എഴുതിയിട്ടുണ്ട്. എൻ്റെ പുസ്തകങ്ങളിൽ അതെല്ലാം വന്നിട്ടുണ്ട്. ഒരിക്കൽ മിഖായേൽ ഗോർബച്ചേവ് അസീസിയിൽ ഫ്രാൻസിസിൻ്റെ കബറിടത്തിൽ ചെന്ന്, അദ്ദേഹത്തിൻ്റെ മകളും കൂടെ ഉണ്ടായിരുന്നു, അവിടെ ചെന്ന് അദ്ദേഹം ഈ കബറിൽ നോക്കുക, ഫ്രാൻസിസ് അസീസിയുടെ കല്ലറ നോക്കുകയാണ്. അപ്പോൾ ലോകമാധ്യമ പ്രവർത്തകരെല്ലാം സംഘടിച്ച് വന്നിട്ടുണ്ട്. TV-ക്കാർ വന്നിട്ടുണ്ട്, എഴുത്തുകാർ വന്നിട്ടുണ്ട്, വലിയ സൈദ്ധാന്തികന്മാരായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ആരാ നിൽക്കുന്നത് ഈ കല്ലറയ്ക്കൽ? മിഖായേൽ ഗോർബച്ചേവ്, സോവിയറ്റ് റഷ്യയുടെ പ്രസിഡൻറ്റ്, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവൻ. എവിടെ വന്ന് നിൽക്കുന്നത്? അസീസിയിൽ ഫ്രാൻസിസിൻ്റെ കല്ലറയ്ക്കൽ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം പത്രപ്രവർത്തകരോട് പറഞ്ഞ ഒരു വിശദീകരണം ഇങ്ങനെയായിരുന്നു: ഈ കല്ലറയ്ക്കൽ ഞാൻ വന്ന് നിൽക്കുന്നത് രണ്ടാം ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കലാണ്. സെക്കൻഡ് ക്രൈസ്റ്റ്. യേശുവിനെ പോലെ ജീവിച്ച, ക്രിസ്തുവിനെ പോലെ ജീവിച്ച ഒരാളാണ് ഫ്രാൻസിസ് അസീസി. അസീസിയുടെ കല്ലറയ്ക്കൽ അദ്ദേഹത്തിന് അറിയാവുന്ന മുഷ്ടി ചുരുട്ടി ഇൻക്വിലാബ് വിളിക്കുന്ന അദ്ദേഹം കരം കൂപ്പി ശിരസ് കുനിച്ചിട്ട്
യേശുവിനെ ഓർക്കുകയാണ്, മഹാനായ യേശുവിനെ ഓർക്കുകയാണ്. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. റവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നതാണ് സ്പിരിച്വൽ ചേഞ്ച്. അതാണ് പെരിസ്ട്രോയിക്കയുടെ കാതൽ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു മിനിസ്ട്രി ഉണ്ടാകണം. അത് കമ്പാഷൻ്റെ മിനിസ്ട്രി ആകണം, അത് രൂത്തിൻ്റെ മിനിസ്ട്രി ആകണം. ആ രൂത്ത് കാണിച്ച മിനിസ്ട്രി നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ സഭ തയ്യാറാകണം, സഭാ സംവിധാനങ്ങൾ തയ്യാറാകണം, സഭാ ചിന്തകന്മാർ തയ്യാറാകണം. അത് കുടുംബത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന് ഏറെ ആശ്വാസം നൽകുന്ന ഒരു മിനിസ്ട്രിയാണ്. ഓടയിൽ നിന്ന് മുത്തുകളെ പെറുക്കിയെടുക്കുക. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.